നമസ്കാരം. എല്ലാവരുടെയും ക്രിസ്മസ് ആഘോഷമൊക്കെ നന്നായി നടന്നു എന്ന് വിശ്വസിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ കഥ പറച്ചിൽ ആരംഭിക്കാം. ഈ വിക്രമാദിത്യൻ കഥകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് വെറും സാരോപദേശ കഥകൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുവർത്തിക്കാവുന്ന ചില നല്ല പാഠങ്ങൾ കൂടി ഈ കഥകളിലുണ്ടെന്ന്. തീർച്ചയായിട്ടും ഈ ചാനൽ വഴി കേൾക്കുന്ന കഥകൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും അവിടുത്തെ കുട്ടികളെയും തീർച്ചയായിട്ടും കേൾപ്പിക്കണം. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രേരിപ്പിക്കണം. ഓക്കെ, നമുക്കിന്ന് കഥയിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് വിക്രമാദിത്യ ചക്രവർത്തിയായി അധികാരമേൽക്കുന്നതാണ്. അതുവരെ രാജഭരണം നിർവഹിച്ചിരുന്ന വിക്രമാദിത്യന്റെ അനിയൻ ഭർതൃഹരി തൻ്റെ രാജ്ഞിയുടെ ചതിയിൽ വഞ്ചനയിൽ അകപ്പെട്ട് വിഷണ്ണനായി രാജ്യഭാരമൊക്കെ ഉപേക്ഷിച്ച് തപസ്സിനായി കാനനത്തിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ സഹോദരനായ വിക്രമാദിത്യൻ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയും എപ്പോഴും കൂടെയുള്ള ആളുമായ സഹോദരനും കൂടിയായ ഭട്ടി പ്രധാനമന്ത്രിയായി നിയോഗിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ വിക്രമാദിത്യൻ നമ്മുടെ കലിംഗ രാജ്യത്തെ രാജാവായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വേഷം മാറി പ്രജകൾക്കിടയിലൂടെ സഞ്ചരിക്കുകയും അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കാനുള്ള മനസ്സ് കാണിക്കുകയും ചെയ്യുന്ന നല്ലവനായ ഒരു രാജാവാണ് വിക്രമാദിത്യൻ. അങ്ങനെ സഞ്ചരിക്കുന്ന കൂട്ടത്തില് രാജാവിന് ചില കാര്യങ്ങൾ മനസ്സിലായി. നമ്മുടെ ഈ കലിംഗ രാജ്യത്തിന്റെ തലസ്ഥാനം വളരെ ചെറിയൊരു സ്ഥലമാണ്. വളരെയധികം ആൾക്കാർക്ക് സ്വന്തമായിട്ട് താമസിക്കാനുള്ള വീടുകളൊന്നുമില്ല. വേണ്ടത്ര ആതുരാലയങ്ങളോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ അതുപോലെ കച്ചവടവും വ്യവസായമൊക്കെ വളരാനുള്ള സൗകര്യങ്ങളോ ഈ നഗരത്തിലില്ല. അതുകൊണ്ട് കുറച്ചും കൂടി വിശാലമായ സ്ഥലത്ത്, ഫലഭൂയിഷ്ഠമായ സ്ഥലത്ത്, ധാരാളം ശുദ്ധവായുവും ശുദ്ധജലവും ലഭിക്കുന്ന ഒരു സ്ഥലത്ത് തലസ്ഥാന നഗരം മാറ്റി സ്ഥാപിക്കണമെന്ന് വിക്രമാദിത്യൻ തീരുമാനിച്ചു. ആ കാര്യം പ്രധാനമന്ത്രി ഭട്ടിയുമായി സംസാരിച്ചു. ഭട്ടിക്കും അത് നല്ലൊരു തീരുമാനമാണെന്നും പ്രജാക്ഷേമ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് അങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് ഉത്തമമായിട്ടുള്ള കാര്യമെന്നും ഭട്ടിക്കും ബോധ്യം വന്നു. അത് രാജാവുമായിട്ട് സംസാരത്തിൽ പറയുകയും ചെയ്തു. പക്ഷെ ഖജനാവ് അത്ര വലിയ സമ്പത്തൊന്നും കൊണ്ട് നിറഞ്ഞതല്ല. അതുകൊണ്ട് കൂടുതൽ സാമ്പത്തിക അഭിവൃദ്ധി കൂടി ലക്ഷ്യമിട്ടിട്ടായിരിക്കണം പുതിയ തലസ്ഥാനത്തിന്റെ സ്ഥാപനമെന്ന് വിക്രമാദിത്യൻ തീരുമാനിച്ചു. വിക്രമാദിത്യ രാജാവിന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കിയ തൻ്റെ സഹോദരൻ കൂടിയായ ഭട്ടി ഉടൻ തന്നെ രാജാവിന് ഉണർത്തിച്ചു. അല്ലയോ മഹാരാജാവെ, അങ്ങയുടെ ആഗ്രഹപ്രകാരം തലസ്ഥാനം സ്ഥാപിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് ഞാൻ ഇന്ന് തന്നെ പുറപ്പെടുകയായി. ഭട്ടി കൊട്ടാരത്തിൽ നിന്ന് യാത്രയായി പല സ്ഥലങ്ങളെ ചുറ്റി നടന്നു കണ്ടു. സാമന്ത രാജാക്കന്മാരുടെയും മറ്റ് സമീപ പ്രദേശങ്ങളിലുള്ള അനുയോജ്യമെന്ന് കേൾവിയുള്ള സ്ഥലങ്ങളെല്ലാം ചുറ്റി നടന്നു കണ്ടു. പക്ഷെ ഒരു സ്ഥലവും ഭട്ടിക്ക് ബോധ്യം വന്നില്ല. വിക്രമാദിത്യ രാജാവ് എങ്ങനെയുള്ള സ്ഥലമാണ് വേണ്ടത് എന്ന് പറഞ്ഞോ അതൊന്നും ഒത്തുവരുന്ന തരത്തിലുള്ള സ്ഥലങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ നിരാശനായ ഭട്ടി തിരിച്ച് സ്വന്തം രാജ്യത്തേക്ക് പോകാം എന്ന് തീരുമാനിച്ചുകൊണ്ട് മടക്കയാത്ര ആരംഭിച്ചു. രത്നഗിരി മലനിരകൾക്ക് സമീപത്തുകൂടെ ഒഴുകുന്ന ഗുണപതി നദിയുടെ കരയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് അവിടെയുള്ള പ്രദേശത്തിന് എന്തോ ഒരു പ്രത്യേകതയുള്ള തോന്നി. ഒരു പർവ്വത പ്രദേശമാണ്. ധാരാളം ശുദ്ധജല തടാകങ്ങളും ഗുണപതി നദി നിറഞ്ഞൊഴുകുന്ന ഗുണപതി നദിയും മറ്റ് ജലാശയങ്ങളുമുള്ള സ്ഥലം, ഫലഭൂയിഷ്ഠമായ മണ്ണ്, നല്ല ഉയർന്ന കുന്നിൻ പ്രദേശം. ശരിക്കൊരു പർവ്വത പ്രദേശമാണ്. ധാരാളം ഫലവൃക്ഷങ്ങളും മറ്റ് ജീവജാലങ്ങളെല്ലാം ഉണ്ട്. ആ ഫലഭൂയിഷ്ഠമായ മണ്ണ്, വളക്കൂറുള്ള മണ്ണ്, ഉറച്ച പ്രദേശങ്ങളാണ്. എന്തുകൊണ്ടും തലസ്ഥാനം സ്ഥാപിക്കാൻ പറ്റിയ ഒരു വലിയ നഗരം കെട്ടിപ്പടുക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ പ്രദേശമെന്ന് ഭട്ടിക്ക് ബോധ്യമായി. അങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഒറ്റയടി പാത കണ്ടു. ആ പാതയിലൂടെ അല്പം മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു ഉൾപ്രദേശത്തേക്ക് എത്തി. ശരിക്കും കാട് മൂടിയൊരു സ്ഥലം. അവിടെ ചെന്നപ്പോൾ ഭട്ടിക്ക് അത്ഭുതം തോന്നിയത്
അവിടെ വലിയൊരു ക്ഷേത്രമുണ്ട്, അതിപുരാതനമെന്ന് തോന്നിക്കുന്ന ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിന് മുമ്പിൽ ചെന്ന് നിന്ന് നോക്കിയ ഭട്ടിക്ക് മനസ്സിലായി അതൊരു കാളി ക്ഷേത്രമാണ്. ആ കാളി കാളി മാതാവിന്റെ വലിയ ഭീമാകാരമായ ഒരു പ്രതിമ ആ അമ്പലത്തിലുണ്ട്. ഭക്തി പുരസരം ആ അമ്പലത്തിന് ഒരു 3 വലം വെച്ച് വന്ന് ഭട്ടി കാളി മാതാവിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് തൊഴുതു. ധ്യാന നിരതരായിരിക്കുന്ന ഭട്ടി മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലയോ മാതാവേ, ഞങ്ങൾക്ക് ഇവിടെ ഒരു തലസ്ഥാന നഗരി സ്ഥാപിക്കാനുള്ള മാർഗം തെളിയിച്ചു തരണമേ. ധ്യാനത്തിൽ നിന്ന് ഉണർന്ന ഭട്ടി ചുറ്റും നോക്കി. എന്തോ ഒരു ഉൾവിളി ഉണ്ടായ മാതിരി തൊട്ടടുത്തുള്ള ക്ഷേത്രക്കുളത്തിനടുത്തേക്ക് നടന്നു. ആ ക്ഷേത്രക്കുളത്തിനടുത്ത് വലിയൊരു ശിലാഫലകം പൊടിയൊക്കെ പിടിച്ച് ഇലകളും ഒക്കെ വീണ് ആകെ അലങ്കോലമായിട്ട് കിടക്കുന്നത് കണ്ടു. ഒരു നല്ല ഇതൊക്കെ എടുത്ത് ആ ശിലാഫലകത്തിലെ പൊടിയൊക്കെ നീക്കി കഴിഞ്ഞ് നോക്കിയപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന്, അതിലൊരു ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വാക്യമുണ്ട്. അത് വായിച്ചു നോക്കി. അത് പറയുന്നത് ഇങ്ങനെയാണ്: ഇവിടുന്ന് അടുത്ത് ഒരു വലിയ ക്ഷേത്രക്കുളമുണ്ട്. ആ ക്ഷേത്രക്കുളത്തിന്റെ സമീപത്ത് നിൽക്കുന്ന വലിയൊരു മരത്തിൽ നിന്ന് 7 ഉറികൾ തൂങ്ങി നിൽക്കുന്നുണ്ട്. ആ ഉറികൾക്ക് നടുവിലായി കുളത്തിന്റെ നടുവിൽ നിന്ന് പൊങ്ങി നിൽക്കുന്ന വലിയ ഒരു ശൂലമുണ്ട്. ഈ 7 ഉറികളെയും ഒറ്റ വെട്ടിന് മുറിച്ചുകൊണ്ട് സ്വന്തം ശിരസ് ആരാണോ ആ ശൂലത്തിൽ മുട്ടിക്കുന്നത് അവരെ കാളി മാതാവ് അനുഗ്രഹിക്കും. ഇതാണ് ആ ശിലാഫലകത്തിൽ എഴുതിയിരിക്കുന്ന വാചകം. ഭട്ടി ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. കുളത്തിനടുത്തേക്ക് ചെന്നു. അവിടെ 7 ഉറികൾ വൃത്താകൃതിയിൽ തൂങ്ങി നിൽക്കുന്നുണ്ട്. വലിയ മരത്തിന്റെ കൊമ്പിൽ നിന്ന് കെട്ടിയിട്ട മാതിരി വൃത്താകൃതിയിൽ 7 ഉറികൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്. അവയ്ക്ക് നടുവിലായിട്ട് കുളത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഒരു ശൂലമുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ ഭട്ടിയുടെ മനസ്സിൽ ആദ്യം ഒരു അത്ഭുതം ഉണ്ടായെങ്കിലും തുടർന്ന് ഭട്ടിക്ക് തോന്നി, ഈ എഴുതിയിരിക്കുന്ന പോലെയുള്ള പ്രവൃത്തി ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യനായ ആള് സംശയമില്ല വിക്രമാദിത്യൻ തന്നെയാണ്. അദ്ദേഹത്തിനെ കൊണ്ടേ ഇതൊക്കെ സാധിക്കുള്ളൂ. ഭട്ടി ഉടനെ തന്നെ ആ കാളിമാതാവിനെ തൊഴുത് ഉടനെ തന്നെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ച് യാത്രയായി. രാജസന്നിധിയിലെത്തി വിക്രമാദിത്യനെ കണ്ടു വണങ്ങി ഉണ്ടായ കാര്യങ്ങളൊക്കെ ഉണർത്തിച്ചു. ആ കാളി ക്ഷേത്രത്തിനെ കുറിച്ചും അവിടുത്തെ അനുയോജ്യമായ ഭൂപ്രകൃതിയെ കുറിച്ചും ഒക്കെ വിവരിച്ചു. കൂടാതെ ആ ക്ഷേത്രക്കുളത്തിന്റെ സമീപത്ത് കണ്ട ആലിൽ നിന്ന് അല്ലെങ്കിൽ വൃക്ഷത്തിൽ നിന്ന് തൂങ്ങി നിൽക്കുന്ന ഉറികളെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളും വിക്രമാദിത്യനെ ധരിപ്പിച്ചു. ഭട്ടിയുടെ വിവരണം കേട്ട വിക്രമാദിത്യൻ ഏതായാലും ആ സ്ഥലം സന്ദർശിക്കാൻ തീരുമാനിച്ചു. തലസ്ഥാന നഗരി സ്ഥാപിക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് ഭട്ടി പറഞ്ഞ സ്ഥിതിക്ക് അതിൽ മാറ്റം വരേണ്ട ആവശ്യമില്ല. വിക്രമാദിത്യൻ കുറച്ച് പരിവാരങ്ങളുമായിട്ട് ഭട്ടിയെയും കൂട്ടി നേരെ ആ കാളി ക്ഷേത്രത്തിനടുത്തെത്തി. കാളി മാതാവിനെ കണ്ട് വണങ്ങി തൊഴുത് പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ ശിലാഫലകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആ കുളത്തിന് സമീപത്തെത്തി. ആ കുളത്തിനടുത്തെത്തി കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ വിക്രമാദിത്യൻ ചോദിച്ചു, ഈ ഉറികളെല്ലാം ഒരു വൃത്താകൃതിയിലാണ് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത്. ഒറ്റ വെട്ടിന് അത് മുറിക്കണം എന്നല്ലേ പറയുന്നത്? അതെങ്ങനെ സാധിക്കും? മാത്രമല്ല, ഈ വലിയ കുളം കണ്ടിട്ട് ഇതിന് നല്ല ആഴമുണ്ട്. ഈ ആഴമുള്ള കുളത്തിൽ നിന്ന് ഒരു ശൂല എങ്ങനെയാണ് യാതൊരു സപ്പോർട്ടും ഒരു ബലവും ഇല്ലാതെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്? അപ്പൊ ഭട്ടി പറഞ്ഞു, തിരുമേനി, അതിലെന്തോ രഹസ്യമുണ്ട്. ഈ കാളി ക്ഷേത്രവും ഈ ശൂലവും ഈ കുളവും തമ്മിൽ എന്തോ വലിയ ബന്ധമുണ്ട്. ഒരു രഹസ്യം അതിൽ ഒളിഞ്ഞിരിക്കുന്നത് ശരി തന്നെയാണ്. പക്ഷെ ആ ഫലകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ സംഭവിക്കുകയാണെങ്കിൽ പിന്നെ മഹാകാളിയുടെ അനുഗ്രഹം നമുക്ക് എന്നും ജീവിതത്തിൽ ഉണ്ടാവും. അതിൽ പരം ഒരു ആ ഭാഗ്യം ഇനി കിട്ടാനില്ലല്ലോ. ഭട്ടി പറഞ്ഞത് ശരിയാണെന്ന് വിക്രമാദിത്യന് മനസ്സിലായി. വിക്രമാദിത്യൻ വീണ്ടും മനസ്സുരുകി കാളിമാതാവിനെ പ്രാർത്ഥിച്ചു. തുടർന്ന് തന്റെ വേഷഭൂഷാദികളിൽ അഴിച്ചു വെച്ച് ആ കുളത്തിലേക്ക് ഇറങ്ങി. കുളിച്ച് ശുദ്ധി വരുത്തി വീണ്ടും ഭക്തിപൂർവം കാളിമാതാവിനെ പ്രാർത്ഥിച്ചതിന് ശേഷം വിക്രമാദിത്യൻ തന്റെ വാളും ഒക്കെ ആയിട്ട് ആ മരത്തിലേക്ക് വലിഞ്ഞു കയറി. ഒരു ഉറിയിൽ നിന്ന് ഒരു ഉറിയിലേക്കൂടെ താഴത്തേക്ക് തലകീഴായിട്ട് തൂങ്ങിക്കിടന്നുകൊണ്ട് വിക്രമാദിത്യൻ വായുവിലൂടെ തുഴയാൻ തുടങ്ങി. അങ്ങനെ വായുവിലൂടെ തുഴയുമ്പോൾ വൃത്താകൃതിയിലുള്ള 7 ഉറികളെയും കൂട്ടിപ്പിടിക്കാൻ പറ്റും. അങ്ങനെ കൂട്ടിപ്പിടിപ്പിച്ചതിന് ശേഷം തന്റെ കയ്യിൽ ഊരിപ്പിടിച്ച വാള് കൊണ്ട് ആഞ്ഞൊരു വെട്ട് കൊടുത്തു. ആ ഒറ്റ വെട്ടിൽ തന്നെ ഉറികളെ ബന്ധിച്ചിരുന്ന ചരടുകളെല്ലാം മുറിഞ്ഞു താഴേക്ക് വീണു.
വിക്രമാദിത്യനും കൂടെ കുളത്തിലേക്ക് എടുത്ത് ചാടി. ചാടുന്ന വഴിക്ക് നേരെ ശൂലത്തിന്റെ അറ്റത്ത് തല മുട്ടിക്കാൻ പാകത്തിനാണ് ചാടുന്നത്. ശൂലത്തിന്റെ അഗ്രത്തിലെ വിക്രമാദിത്യന്റെ തല മുട്ടാറായി എന്ന് കണ്ട് ഇപ്പോ കാളി പ്രത്യക്ഷപ്പെട്ടു. ഒരു അമ്മ കുഞ്ഞിനെ എടുക്കുന്ന പോലെ വിക്രമാദിത്യനെ ദേവി കയ്യിലെടുത്തു. ആ ശൂലത്തിൽ പോയി തല മുട്ടിയിരുന്നെങ്കിൽ വിക്രമാദിത്യന്റെ തല പിളർന്നു പോയേനെ. അത്ര ഉയർത്തിന്നാ ചാടുന്നത്. പക്ഷേ കാളിമാതാവ് ഇതെല്ലാം അവിടെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ. വിക്രമാദിത്യന്റെ ധൈര്യവും ഭക്തിയും എല്ലാം കണ്ട് സംപ്രീതയായ കാളിമാതാവ് വിക്രമാദിത്യനെ കയ്യിലെടുത്തുകൊണ്ട് ക്ഷേത്രാങ്കണത്തേക്ക് എത്തി. താഴെ ഇറങ്ങിയ വിക്രമാദിത്യൻ ദേവിയുടെ കാല് തൊട്ട് വന്ദിച്ചു. കാളിമാതാവ് പറഞ്ഞു, അല്ലയോ മഹാരാജൻ, അങ്ങയുടെ ധൈര്യത്തിലും പ്രവൃത്തിയിലും എല്ലാം എനിക്ക് വളരെയധികം സംപ്രീതയായി. ഇതുപോലെയുള്ള ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് അങ്ങയ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് എനിക്കറിയാം. അങ്ങയുടെയും അങ്ങയുടെ വിശ്വസ്ത പ്രധാനമന്ത്രിയായ ഭട്ടിയുടെയും സ്നേഹത്തിലും പരസ്പരമുള്ള നിങ്ങളുടെ വിശ്വാസത്തിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് കാൽക്കൊക്കെ വന്ദിച്ചുകൊണ്ടിരുന്ന വിക്രമാദിത്യനെ ദേവി പൊക്കി എഴുന്നേൽപ്പിച്ച് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ഇനി എന്താണ് ഭക്തന്റെ അഭീഷ്ടം പറഞ്ഞാലും ദേവി പറഞ്ഞു. അപ്പോൾ വിക്രമാദിത്യൻ തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ഉണർത്തിച്ചു. എനിക്കിവിടെ അങ്ങയുടെ അമ്മയുടെ സന്നിധാനത്തിനടുത്ത് തന്നെയായിട്ട് എൻ്റെ തലസ്ഥാന നഗരി സ്ഥാപിക്കാൻ വലിയ ആഗ്രഹമുണ്ട്. ഇവിടെ എല്ലാ ജനങ്ങൾക്കും ക്ഷേമം താല്പര്യവും എല്ലാം കിട്ടുന്ന വിധത്തിൽ മനോഹരമായിട്ടുള്ള ഒരു തലസ്ഥാന നഗരി സ്ഥാപിക്കാനായിട്ട് എന്നെ അനുഗ്രഹിക്കണം. അതിന് അങ്ങയുടെ ദയവ് ഉണ്ടാവണം. എന്നും അമ്മയുടെ കാരുണ്യവും കടാക്ഷവും ഞങ്ങളുടെ രാജവംശത്തിന് ഉണ്ടാവുകയും വേണം. ഇതാണ് വിക്രമാദിത്യൻ പ്രാർത്ഥിച്ചത്. ദേവി പറഞ്ഞു, അങ്ങനെ തന്നെ ആവട്ടെ. ഭക്തന്റെ എല്ലാ ആഗ്രഹവും സഫലീകൃതമാകട്ടെ. എൻ്റെ എല്ലാ അനുഗ്രഹവും അങ്ങേക്കുണ്ടാവും. അതും പറഞ്ഞ് ദേവി മറന്നു. അങ്ങനെ ആ പ്രദേശമൊക്കെ ഒന്നുകൂടി ചുറ്റി നടന്ന് കണ്ടുവന്നു. അപ്പോഴേക്കും സന്ധ്യയായി കഴിഞ്ഞു. സന്ധ്യാവന്ദനമൊക്കെ കഴിച്ച് രണ്ടുപേരും വിശ്രമിക്കാനായിട്ട് ആ ക്ഷേത്രത്തിന്റെ ആൽത്തറയിൽ തന്നെ ഇരുന്നു. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അവർക്ക് ഇതുവരെ വിശപ്പോ ദാഹോ ക്ഷീണോ ഒന്നും തോന്നിയില്ല. കുറച്ചു കഴിഞ്ഞു രണ്ടുപേരും മയക്കത്തിലായി അവിടെ കിടന്ന് തന്നെ ഉറങ്ങി. രാത്രി കുറച്ച് കഴിഞ്ഞപ്പോൾ ഭട്ടി പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. ഭട്ടിയുടെ സ്വപ്നത്തില് മഹാകാളി പ്രത്യക്ഷപ്പെട്ടു. പ്രിയപ്പെട്ട ഭട്ടി, അങ്ങക്ക് രാജാവിനും ഇവിടെ ഒരു തലസ്ഥാനം പണിയാനുള്ള അത്ര ധനം ഒന്നും കയ്യിലില്ല എന്നറിയാം, അതിനുള്ള സമ്പത്ത് കയ്യിലില്ല എന്നറിയാം. അത് ഓർത്തൊട്ടും വിഷമിക്കണ്ട, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും. ഇവിടുന്ന് അല്പം മാറിക്കഴിഞ്ഞാൽ ഒരു ശിവക്ഷേത്രമുണ്ട്. ആ ശിവപ്രതിഷ്ഠയുടെ പുറകിലായിട്ട് ഒരു വട്ടക്കല്ലുണ്ട്. ആ വട്ടക്കല്ല് പൊക്കി നോക്കുക, അതിനടിയിൽ ആവശ്യമുള്ള ധനം ഉണ്ടാവും. ഇതും പറഞ്ഞ് ദേവി സ്വപ്നത്തിൽ നിന്ന് മറഞ്ഞു. ഭട്ടി ഞെട്ടി ഉണർന്നു. ഉടനെ വിക്രമാദിത്യനെ വിളിച്ചുണർത്തിട്ട് പറഞ്ഞു, അല്ലയോ മഹാരാജൻ, ഇങ്ങനൊരു സ്വപ്ന ദർശനം എനിക്കുണ്ടായി. രാവിലെ തന്നെ രാജാവും ഭട്ടിയെല്ലാം കൂടി ചെന്ന് ആ ശിവക്ഷേത്രം കണ്ടുപിടിച്ചു. ശിവലിംഗത്തിന്റെ പുറകിലുള്ള വട്ടക്കല്ല് പൊക്കി നോക്കി. അതിനിടയിൽ വലിയൊരു ഗുഹ പോലുള്ള സ്ഥലത്ത് ധാരാളം രത്നവും സ്വർണവും ആഭരണങ്ങളും ഒക്കെ ആയിട്ട് വലിയൊരു നിധികുംഭം തന്നെയുണ്ട്. എല്ലാം ദേവിയുടെ അനുഗ്രഹം, ഒരു സംശയമില്ലല്ലോ. ഉടനെ വിക്രമാദിത്യനും ഭട്ടിയും കൂടി അതെല്ലാം പുറത്തേക്ക് എടുത്തു, രഹസ്യമായിട്ടുള്ള സ്ഥലത്ത് സൂക്ഷിച്ചു. ഒട്ടും താമസിയാതെ തന്നെ അവിടെ ആ സ്ഥലത്ത് ഒരു വലിയ തലസ്ഥാന നഗരി പണി ആരംഭിച്ചു. പ്രശസ്തരായിട്ടുള്ള കൽപ്പണിക്കാര്, മരപ്പണിക്കാര്, ശില്പികള്, അങ്ങനെയുള്ള വിദഗ്ധന്മാരെയൊക്കെ വരുത്തി അവരുടെയൊക്കെ നേതൃത്വത്തിൽ അതിമനോഹരമായിട്ടുള്ള ഒരു തലസ്ഥാന നഗരിയുടെ നിർമ്മാണം ആരംഭിച്ചു. പ്രത്യേക പ്രത്യേക സ്ഥലങ്ങളിൽ വ്യവസായശാലകള്, കച്ചവട സ്ഥലങ്ങള്, ആശുപത്രികള്, പിന്നെ വിദ്യാലയങ്ങള്, ക്ഷേത്രങ്ങള്, ആൾക്കാർക്ക് താമസിക്കാനുള്ള സ്വന്തമായിട്ട് താമസിക്കാനുള്ള ധാരാളം വീടുകള്, അങ്ങനെ തികച്ചും മനോഹരമായിട്ടുള്ള സ്ഥലമായിട്ട് ആ കുന്നുംപുറത്തിനെ മാറ്റിയെടുത്തു. ഉദ്യാനങ്ങള്, കളിസ്ഥലങ്ങള്, മനസ്സിലായില്ലേ? അങ്ങനെ എല്ലാ തരത്തിലും ലോകത്തിൽ ഇന്ന് വരെ ഉണ്ടാവാത്ത തരത്തിലുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് ആ പ്രദേശത്തിനെ കുറച്ചു കാലങ്ങൾ കൊണ്ട് തന്നെ മാറ്റിയെടുത്തു. താമസിയാതെ തന്നെ എല്ലാം കാളിമാതാവിന്റെ അനുഗ്രഹം. എല്ലാ പണി നടക്കുന്ന സമയത്തും അദൃശ്യ ശക്തിയായിട്ട് കാളിമാതാവ് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അധികം താമസിയാതെ നഗരത്തിന്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തലസ്ഥാന നഗരി ഇങ്ങോട്ട് മാറ്റി സ്ഥാപിക്കാൻ വിക്രമാദിത്യൻ തീരുമാനിച്ചു. ഒരു ശുഭമുഹൂർത്തത്തില് പുതിയ സ്ഥലത്തേക്ക് താമസം മാറി. അവിടെ തന്നെ രാജകൊട്ടാരത്തിൽ തന്നെ രാജാവും പരിവാരങ്ങളും താമസിക്കാൻ ആരംഭിച്ചു.
അങ്ങനെ കാളി മാതാവിന്റെ ആ ഓർമ്മ നിലനിർത്താനായിട്ട് ആ സ്ഥലത്തിന് ഉജ്ജയിനി എന്ന് പേര് കൊടുത്തു. അങ്ങനെ ഉജ്ജയിനി നഗരത്തില് വിക്രമാദിത്യനും പരിവാരങ്ങളും ഭട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണ പരിഷ്കാരങ്ങളൊക്കെ ആയിട്ട് താമസമായി. നാൾക്ക് നാൾ ഉജ്ജയിനി നഗരത്തിന്റെ കീർത്തി വർദ്ധിക്കാൻ തുടങ്ങി. വിക്രമാദിത്യന്റെ ആ സ്ഥാനാരോഹണ ചടങ്ങിന് അന്ന് തന്നെ ചുറ്റുമുള്ള ദേശങ്ങളിലെ ആൾക്കാരെല്ലാം വന്ന് വിക്രമാദിത്യനെ വണങ്ങി അവരെ സാമന്ത രാജാക്കന്മാരായിട്ട് അംഗീകരിക്കണം എന്ന് പറഞ്ഞു. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് വിക്രമാദിത്യന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ചുറ്റുമുള്ള പ്രദേശങ്ങളെ മുഴുവനും കലിംഗ രാജ്യത്തിന്റെ കീഴിൽ കൊണ്ടുവരണമെന്നും തന്റെ രാജഭരണത്തിൽ കീഴിൽ കൊണ്ടുവന്ന് ചക്രവർത്തി ആവണം എന്നുള്ള വിക്രമാദിത്യന്റെ പണ്ട് തൊട്ടുള്ള ആഗ്രഹമായിരുന്നു. ഒരു രാജ്യമായിട്ട് യുദ്ധം പോലും ചെയ്യേണ്ടി വന്നില്ല. വിക്രമാദിത്യന്റെ ഈ പുതിയ സ്ഥലമൊക്കെ കൊട്ടാരമൊക്കെ പണിത് കഴിഞ്ഞപ്പോ ചുറ്റുമുള്ള 56 രാജ്യങ്ങളിലെയും രാജാക്കന്മാര് വിക്രമാദിത്യനെ വന്ന് കണ്ടു വണങ്ങി വിക്രമാദിത്യന്റെ മേധാവിത്വം സ്വയം സ്വീകരിച്ചു. ഒരു തുള്ളി രക്തം പോലും ചിന്താതെ അങ്ങനെ വിക്രമാദിത്യൻ മഹാകാളിയുടെ അനുഗ്രഹം കൊണ്ട് ചക്രവർത്തിയായി വളരെ കാലം ആ രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം എല്ലാ വിധത്തിലുള്ള സുഖ സൗകര്യങ്ങളും അഭിവൃദ്ധിയും പ്രദാനം ചെയ്തുകൊണ്ട് ആ ഭട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണ നൈപുണ്യം കൊണ്ടും അങ്ങനെ വിക്രമാദിത്യന്റെ രാജ്യം എന്നും സമ്പൽ സമൃദ്ധമായിട്ട് നിലകൊണ്ടുവരികയാണ്. അങ്ങനെ വിക്രമാദിത്യന്റെ ഭരണത്തില് ആ രാജ്യം അഭിവൃദ്ധിപ്പെടുന്നതാണ് ഇന്നത്തെ കഥ. ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് വരും എപ്പിസോഡുകളിലായിട്ട് നമുക്ക് കാണാം. എല്ലാവരും ഈ കഥകൾ പ്രചരിപ്പിക്കണം, കുട്ടികൾക്ക് കേൾപ്പിച്ചു കൊടുക്കണം. എല്ലാവരോടും വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.